ബാക്കി എല്ലാ ദിവസത്തെയും പോലെ അല്ല കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി ഡേ ആണ്. ഇവിടെ ഉണ്ടല്ലോ, നാട്ടിലത്തെ രീതി വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ ഞാൻ എൻ്റെ കുട്ടിക്കാലവുമായാണ് കമ്പയർ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പം നാട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി, സ്കൂള്, അങ്ങനെ ദിവസമൊക്കെ അങ്ങ് ബിസിയായിട്ട് കടന്നു പോകും. ശനിയാഴ്ചയാണെങ്കിലോ ഷോപ്പിംഗ്, ക്ലീനിങ്, പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗദർ, അത് അതിലും ബിസിയായിട്ട് കടന്നു പോകും. പിന്നെ ആകെ ഉള്ളത് ഈ ഞായറാഴ്ചയാണ്. ജർമ്മനിയിൽ ഞായറാഴ്ച റൂവേറ്റാഗ് ആണ്. റൂവേറ്റാഗ് എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് റെസ്റ്റ് എന്നാണ്. ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തുണ്ടല്ലോ, ഞായറാഴ്ച കടകൾ തുറക്കത്തില്ല, ഹോസ്പിറ്റലില്ല, ബാങ്കില്ല, ഒരു ഓഫീസും തുറക്കത്തില്ല. ബസ് സർവീസ് പോലും 1-2 മണിക്കൂർ ഇടവിട്ട് മാത്രമാണുള്ളത്. അതുകൊണ്ട് സൺഡേ എന്ന് പറയുന്നത് ജർമ്മൻകാർക്കാണേലും നമുക്കാണേലും ഫാമിലി ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് പൊതിച്ചോറുണ്ടാക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ വർഷം സ്പ്രിംഗ് ആയപ്പം ആമസോണിൽ നിന്ന് 2-3 വാഴത്തൈ വാങ്ങിച്ചു. അതിനുശേഷം സമ്മർ ആയപ്പോൾ ഞങ്ങൾ അതിനെ എടുത്ത് പുറത്ത് നട്ടു. ഈ വർഷത്തെ സമ്മർ നല്ല ചൂടായിരുന്നതുകൊണ്ട് വാഴ നന്നായി വളർന്നു. അപ്പം നമ്മുടെ ഗാർഡനിൽ നിന്ന് ഫ്രഷ് വാഴയില മുറിച്ച് നമുക്ക് പൊതിച്ചോറുണ്ടാക്കാം. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പിലൊക്കെ ഫ്രോസൺ വാഴയില കിട്ടും കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും ഫ്രോസൺ വാഴയില വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഇപ്പം നമുക്ക് ഫ്രഷ് വാഴയില ഉണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒന്നും ഫ്രോസൺ വാഴയിലയ്ക്ക് കിട്ടത്തില്ലല്ലോ. എൻ്റെ മമ്മി ഞാൻ പഠിച്ച സ്കൂളിലെ ബയോളജി ടീച്ചറായിരുന്നേ. അന്നേരം നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ യുവജനോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, മമ്മിയും കാണും ഞങ്ങളുടെ കൂടെ. അപ്പോൾ എൻ്റെ മമ്മി രാവിലെ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പൊതിച്ചോറെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മയും നമ്മുടെ കുട്ടിക്കാലവുമായിരിക്കും ഓർമ്മ വരിക.